അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു നിമിഷം സഫീർ തൻ്റെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു. ഇല്ല റബ്ബേ, എൻ്റെ പഠനം അതെല്ലാം മുടങ്ങുകയാണ്, ഞാൻ ഈജിപ്തിലേക്ക് പോവുകയാണ് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് പഠിച്ചപ്പോഴേക്കും എൻ്റെ വിധി ഇങ്ങനെയായി തീർന്നു. എനിക്ക് നാട്ടിലേക്ക് കോടതിയിൽ ഹാജരാവണമെന്ന് പറഞ്ഞ് മെയിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. പഠിച്ചോനെ, ഞാൻ ആഗ്രഹിച്ചതൊന്നും നടന്നില്ലല്ലോ. സഫീറിന് കടുത്ത നിരാശയായിരുന്നു. എന്നാൽ ജസീർ ഒരു ഭാഗത്ത് ചിരിക്കുകയായിരുന്നു. വക്കീലും കൂടെ. എവിടെ, അവൻ്റെ കൂടെ ആരുമില്ലേ? ആരുണ്ടാവാൻ അവൻ്റെ കൂടെ? അതിനെ നല്ല വക്കീലിനെ ഇറക്കണം, എങ്കിൽ മാത്രമേ ആളുണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ ചിരിച്ചു വന്നിരുന്നാലേ ഒന്നും നടക്കൂല. അവർ കളിയാക്കുകയാണ്, പുച്ഛത്തോടെ അവനെ നോക്കുകയാണ്. എന്നാൽ ഈ സമയം ജഡ്ജി വീണ്ടും ആവശ്യപ്പെടുന്നത് അതാണ്. തെളിവുകൾ ഹാജരാക്കിയാൽ നമുക്ക് എന്താ ചെയ്യാം. ഇതിപ്പോൾ ഒരു കക്ഷി പറയുന്നു ഭാര്യയെ അദ്ദേഹം ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ, മുൻ വൈരാഗ്യം കൊണ്ട് എന്നൊക്കെയാണ് കക്ഷി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവുകൾ കാണിച്ചു തരാൻ, പക്ഷെ എന്ത് തെളിവ് കാണിച്ചു കൊടുക്കാൻ? അല്ലെങ്കിലും കയ്യും കാലും ഒടിഞ്ഞ് അവൾക്ക് എന്ത് തെളിവ്? അവൾ എങ്ങനെ ഇവിടെ എത്തും? അവൾ കിടപ്പിലായിരിക്കും. ജസീറും വക്കീലും കൂടിയും അതാ അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ വിധി പുറപ്പെടുവിക്കുകയാണ്. അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത വല്ലാത്ത വിഷമം. അല്ലാ റബ്ബേ, നിന്റെ ദീന് പഠിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ ഈജിപ്തിലേക്ക് പോയതും. റബ്ബേ, എൻ്റെ പഠനം അതാണ് അവന് വല്ലാത്ത വിഷമം. അല്ലെങ്കിലും ഇവിടെ ജീവിച്ചിട്ട് ആരാ? എൻ്റെ ഉമ്മ, എൻ്റെ ഇക്കാക്ക എല്ലാവരും എനിക്കെതിരാണ്. അത് ഒരു പെണ്ണിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്, അല്ലാതെ വേറൊന്നുമല്ല. അതെ, ആ പെണ്ണിനെ ഉറക്ക ഗുളിക കൊടുക്കുന്ന സമയത്തൊക്കെ ഞാനത് കണ്ട് അതങ്ങ് ഒഴിച്ചു. അതൊക്കെ ഞാൻ ചെയ്ത തെറ്റ് ശരിയാണ്. പക്ഷേ ഒരു പെണ്ണിൻ്റെ ജീവൻ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. പാവപ്പെട്ട, അതെ, ഭർത്താവിൻ്റെ മണിയറയിലേക്ക് കടക്കാതെ പുറത്തിരിക്കുന്ന ആ പാവം പെണ്ണ്, ഭർത്താവിൻ്റെ ബെഡിൽ പോലും ഇരിക്കരുതെന്ന് ആജ്ഞാപിച്ച ഭർത്താവിൻ്റെ പാവപ്പെട്ട പെണ്ണ് പുറത്തിറങ്ങി ആ ഒരു ചെയറിൽ ആ തണുപ്പിലിരിക്കുമ്പോൾ അവളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. അത്രയധികം വേദനിച്ചൊരു പെണ്ണിനെ സംരക്ഷിച്ചു. അല്ലെങ്കിൽ അവൾ മാനസിക രോഗിയായി തീരുന്നതിന് മുമ്പ് അവളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി എൻ്റെ കൂട്ടുകാരൻ്റെ അരികിലേക്ക്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അറിയില്ല റബ്ബേ, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ അവളെ ആക്സിഡൻ്റ് ആക്കിയതും കൊല്ലാൻ ശ്രമിച്ചതും എല്ലാം ഞാനായി മാറി. അല്ലെങ്കിലും കള്ളത്തരം അതൊരിക്കലും പറയാൻ പാടില്ല. കള്ളത്തരം പറഞ്ഞാൽ പഠിച്ചവൻ്റെ ഈ ഒരു കോടതിയിൽ രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ നാളെ അള്ളാഹുവിൻ്റെ ഒരു കോടതിയുണ്ട്, അവിടെ രക്ഷപ്പെടില്ല. ശരിക്കും അതാ അവൻ മനസ്സിനുള്ളിലെ ഭാരമെല്ലാം പടച്ച റബ്ബിലേക്ക് അർപ്പിക്കുന്നു. റിസ്വാൻ വക്കീൽ എത്തിയില്ല. എന്തു പറ്റി? എന്നാൽ തൊട്ടപ്പുറത്തുള്ള വക്കീൽ ജസീറിനോട് പറയുന്നു, അവൻ്റെതൊരു പെണ്ണായിരുന്നു വക്കീൽ, എന്തായാലും അവളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാവും. അല്ലാതെ വെറുതെ ഞാൻ ഇറങ്ങാറില്ല. ഞാനൊരു പണി ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അതിൽ ഞാൻ വിജയിച്ചിട്ടേ പോകൂ, അല്ലാതെ ഒരിക്കലും പോകില്ല. അതിനുള്ള ക്യാഷെല്ലാം, അവളെ ഒതുക്കാനുള്ള ക്യാഷെല്ലാം ജസീർ ആദ്യമേ ഇറക്കി കൊടുത്തിരുന്നു. ഓഹോ, ഏതാണ് ആ വില്ലത്തി? അങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് എനിക്ക് കാണണമല്ലോ എന്ന് പറഞ്ഞ് തലേ ദിവസം തന്നെ റിസ്വാൻ വക്കീലിനെ ഒരിക്കലും കോടതിയിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. തെളിവിന് വേണ്ടി കൊണ്ടുവന്ന ആളെന്തായാലും നമ്മുടെ ഹാദിയ, അവൾ ആഷി ഉസ്താദിൻ്റെ കൂടെ കാറിലിരിക്കുന്നുണ്ട്. ആഷി ഉസ്താദ് പുറത്തുമാണ്, അവൾ കാറിലാണ് ഇരിക്കുന്നത്. ആവശ്യമെങ്കിൽ മാത്രം ഇറക്കാം. പക്ഷേ അതിനും വേണ്ടേ നമ്മുടെ വക്കീൽ തെളിവ് കാണിച്ചു കൊടുക്കാൻ? സഫീറിന് സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്ന് തന്നെ അറിയുന്നില്ല. കാരണം അവനൊന്നും അറിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ അവർ കെട്ടിച്ചമഴ്ത്തി എഴുതിയുണ്ടാക്കി ഇല്ലാത്ത കാര്യങ്ങൾ. റബ്ബേ, കളവിനെ ഞാൻ എന്തിന് എതിർക്കും? ഞാൻ എതിർത്തിട്ട് കാര്യമില്ല. കാരണം ആ ഭാഗത്ത് വക്കീലുണ്ട്. എന്നാൽ ആഷി ഉസ്താദ് ആകെ ടെൻഷനിലാണ്. എന്താണ് വിളിപ്പിക്കാത്തത്? അല്ലെങ്കിലും റിസ്വാൻ വക്കീൽ എവിടെ? ആ നിമിഷം തന്നെ അതാ ആഷി ഉസ്താദ് റിസ്വാൻ വക്കീലിനെ വിളിക്കുന്നു. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയോ പരിധിക്ക് പുറത്തോ ആയിരിക്കും. എന്തപ്പോ ഇങ്ങനെ?
ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. റിസ്വാന, ഏ അവളൊരിക്കലും എന്തിപ്പോ എപ്പോഴും ആക്റ്റീവ് ആണല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി. എന്ത് ഹെൽപ്പ് ചെയ്യാൻ അവൾ ഉഷാറാണല്ലോ. ഒരിക്കലും അവൾ പണം മോഹിച്ചിട്ടോ ഒന്നുമല്ല. എങ്കിലും അവള് എന്തായിരിക്കും ഇങ്ങനെ ഇത്ര സമയമായിട്ടും. എന്നാൽ ഒരു നിമിഷം അവൾ ഡോറ് പതുക്കെ, ഉസ്താദേ എന്തായി? എന്തെങ്കിലും? ഇല്ല, വക്കീലെത്തിയിട്ടില്ല. പാവം സഫീർ, അവനൊന്നും പറയാനും കഴിയുന്നുണ്ടാവില്ല. എന്താ അറിയില്ല. പാവം, നമുക്ക് രക്ഷിക്കാൻ കഴിയൂലേ സഫീറിനെ? നമുക്ക് ഇൻഷാ അല്ലാ നോക്കാം. അവൾ വിചാരിച്ചു, റബ്ബേ എനിക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കതിന് കഴിയില്ലല്ലോ. ഇനി ആഷി ഉസ്താദ് എന്നെ കൊണ്ടുവരുന്നത് കണ്ടാൽ തന്നെ ജസീറിന് കലിയിളകും. അത് മാത്രമല്ല, അവനതിനുള്ള പ്രതികാരം തീർക്കുകയും ചെയ്യും. എന്നെ തേടി അലഞ്ഞ് നടക്കുകയാണ് ജസീർ എവിടെയാണെന്ന് വെച്ച്. കണ്ടാൽ എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനും ഭയം. പടച്ച റബ്ബേ. സഫീർ രണ്ടും കൽപ്പിച്ചു തന്നു. അള്ളാഹുവിൻ്റെ വിധി എന്താ, അത് നടക്കും. എന്തൊക്കെ തന്നെയായാലും. എന്നാൽ പെട്ടെന്ന് അതാ കുറച്ച് വക്കീലുകളൊക്കെ പുറത്തേക്ക് വരുന്നു. കേസ് അവിടെ കഴിഞ്ഞോ? ആ, ഒന്ന് കഴിഞ്ഞു, വാദിച്ചു കഴിഞ്ഞു. ഒരു പ്രതി ഒരു കുഞ്ഞിനെ അവൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആകപ്പാടെ ടെൻഷനിലാണ്. എന്തായാലും എന്താ അറിയില്ല, എന്തായാലേ ഓരോ ആളുകളുടെ ഓരോ കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയൊക്കെ അതിന് ആഗ്രഹിക്കേണ്ട ആവശ്യമുണ്ട്. ജ്യേഷ്ഠൻ്റെ ഭാര്യ ഉപദ്രവിക്കാനോ അതൊക്കെ പാടുണ്ടോ ശരിക്ക്? അവൻക്ക് അവൻ്റെ ജീവിതമായിട്ട് പോയാൽ പോരെ. എന്താണ് അതിന് ഓരോരുത്തർക്കും അങ്ങനെ ഒരു സ്വഭാവമാണ്. സ്വന്തം ജ്യേഷ്ഠനാണെന്ന് പോലെ ഓർമ്മയില്ല. കേസ് കഴിഞ്ഞ് വരുന്ന പലരും അതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ സഫീറിന് എല്ലാ കാര്യങ്ങളും വിപരീതമായി കഴിഞ്ഞു. അവരുടെ ഭാഗം വിജയിക്കുകയാണ്. ജഡ്ജി അത് അനുകൂലിക്കുകയാണ്. കാരണം പ്രതികൂലിക്കാനും അതിനെക്കുറിച്ച് തെളിവുകൾ കൊണ്ടുവരാനും പറയാനും ആരുമില്ല. മറുഭാഗത്ത് വക്കീലുമില്ല. അവൻ്റെ ഭാഗത്ത് തന്നെയാണ് കുറ്റമെന്ന് ജഡ്ജി അതാ മനസ്സിലാക്കുകയാണ്. പ്രതി കൊല്ലപ്പെടാത്ത സ്ഥിതിക്കും പ്രതിയെ ഉപദ്രവിച്ച് കൊല്ലാൻ ശ്രമിച്ച സ്ഥിതിക്കും 5 വർഷം തടവും 20 ലക്ഷം രൂപയും കോടതി വിധിക്കുന്നു. ഒരു നിമിഷം സഫീർ ശരിക്കും ഞെട്ടി. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ കവിളിലൂടെ ഒലിച്ചിറങ്ങി. എന്നാൽ അത് കണ്ട് ജ്യേഷ്ഠൻ, കുറേ ദിവസം നീ വാണിയില്ലേ അവളുടെ മുമ്പിൽ, ഇനി കുറച്ച് അനുഭവിക്കേ. നീ എന്തായിരുന്നു അവൻ്റെ രക്ഷപ്പെടുത്തലും കൊണ്ടുപോകലും. വക്കീലിന് ക്യാഷ് എണ്ണി കൊടുക്കുകയാണ്. ജസീർ, കൺഗ്രാജുലേഷൻസ്, എന്തൊക്കെ തന്നെ നമ്മുടെ ഭാഗം വിജയിച്ചല്ലോ. എന്നാൽ സഫീറിനെ അപ്പോൾ തന്നെ അതാ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോലീസുകാർ എത്തുന്നു. ആഷി ഉസ്താദ് അപ്പോഴേക്കും കോടതിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ജസീർ അവിടെ ഉണ്ടാകും. എന്നെ കണ്ടാലും പ്രശ്നമാകും, അത് ഹാദിയക്കൊരു ദോഷവുമാകും എന്നവൻ മനസ്സിലാക്കുന്നു. എന്നാൽ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ജസീറിനെയും വക്കീലിനെയും അതാ അവൾ കാറിലിരുന്ന് കാണുന്നു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, എന്നെ കൊല്ലാൻ ശ്രമിച്ച എൻ്റെ നീചനായ ആ ഭർത്താവ്, പഠിച്ചോനെ. പെട്ടെന്ന് കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ആഷി ഉസ്താദിനെ അവൾ വിളിച്ചു. ആഷി ഉസ്താദേ, അതാ ആ പോകുന്നയാളാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞുള്ള ആ നീചൻ, അയാളാണ്. അതിനിടയ്ക്ക് അവിടെ ഒരു സംഭവം നടക്കുന്നു. അതാ വക്കീലിന് വേണ്ടി ക്യാഷിൻ്റെ കെട്ടുകൾ എടുത്തുകൊണ്ട് അയാളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ചതിയാണിത്. അതെ, ഇത് കൊടും ചതിയാണ്. എന്നാൽ വീണ്ടും റിസ്വാന വക്കീലിനെ വിളിച്ചപ്പോൾ ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്തു ചെയ്യും? എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ പോലീസുകാർ അവനുമായി സെൻട്രൽ ജയിലിലേക്ക് പോകുകയാണ്. ആ ഒരു കാഴ്ച ആഷി അതാ കാണുന്നു. ഒരു നിമിഷം ഹാദിയയും അവളെക്കൊണ്ട് എഴുന്നേറ്റ് നോടി അവിടെ പോയി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നി. ഇല്ല, കഴിഞ്ഞില്ല. സഫീർ തോറ്റുപോയി. അവന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ വക്കീലും എത്തിയില്ല. അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ റിസ്വാന വക്കീൽ എവിടെ? അവൾ എവിടെയാണ്? അവൾ ആരോ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ അതോ ഇല്ലാതാക്കാൻ ശ്രമിച്ചോ അറിയില്ല. ജസീർ എന്ന് പറഞ്ഞാൽ അത്രക്കും പണമിറക്കി ഗുണ്ടകളെ കൊണ്ട് കൈകാര്യം ചെയ്യിക്കുന്ന ആളാണ്.
ശരിക്കും ആഷി ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നി. റബ്ബേ, എങ്കിലും അവൾ എവിടെ എന്നുള്ള ആ ഒരു ചോദ്യമായിരുന്നു അവൻ്റെ മനസ്സിൽ. എന്നാൽ ഈ സമയം അതാ സഫീർ വിളിക്കുന്നു. ആഷിക്ക്, ഹലോ. ആ, അത് എന്നെ 5 വർഷം തടവിന് കോടതി വിധിച്ചിരിക്കുന്നു. ആഷി, പോയിട്ട് വരാം, ദുആ ചെയ്യണം. ശരിക്കും ആഷി ഉസ്താദിന് ആ രംഗം കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഓടിച്ചെന്ന് സഫീറിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവർ തൊടാൻ സമ്മതിച്ചില്ല. കുറ്റവാളിയെയാണോ നിങ്ങൾ? എന്താ നിങ്ങളും ഇതിൽ കൂട്ടുണ്ടോ എന്നുള്ള രീതിയിൽ പോലീസുകാർ അവനെ തള്ളി പറയുകയായിരുന്നു. എന്നാൽ ആ ഒരു രംഗം അവന് കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തൊക്കെയാണ് റബ്ബേ, എന്തൊക്കെയോ കേസ് അട്ടിമറിച്ചു, കള്ളക്കേസ് വിജയിച്ചു എന്ന് തന്നെ പറയാം. ശരിക്കും ആ ഒരു രംഗം ആഷി നോക്കിയൊന്നു. പാവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവന് പഠിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നിരുന്നു. പക്ഷേ റബ്ബേ, അവൻ എന്താ റബ്ബേ ഇങ്ങനത്തെ ഒരു വിധി നീ കൊടുത്തത്? റഹ്മാനെ. സഫീർ നിറഞ്ഞ കണ്ണുകളോടെ ഒരിക്കൽ കൂടി അതാ ആഷിയെ നോക്കി നടക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞ് പോലീസുമാരുടെ ആ ഒരു തള്ളും കൊണ്ട് നിരപരാധിയായ അവൻ ജയിലിലേക്ക്. എന്നാൽ അവൻ്റെ മനസ്സ് പതറിയിരുന്നില്ല. അവനുറച്ച വിശ്വാസമുണ്ടായിരുന്നു, അത് മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകമാണ്, എൻ്റെ കൂടെ അല്ലാഹുണ്ട്, സാരല്ല, എനിക്കുള്ളത് എന്നെ വെറുതെ ശിക്ഷിച്ചല്ലോ റബ്ബേ. എൻ്റെ കൂടെപ്പിറപ്പ്, എൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിലും കൂടെപ്പിറപ്പുകളാണ് ഏറ്റവും കൂടുതൽ വലിയ ശത്രുക്കൾ. എന്നാൽ എൻ്റെ ഉമ്മ കൂടെ ഇതിനെ കൂട്ടുനിന്നത്, അത് വല്ലാത്തൊരു സങ്കടം. കേസിൽ വിജയിച്ച സന്തോഷത്തോടെ അത് ജസീർ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അത് കണ്ട ഹാദിയ പൊട്ടിക്കരയുകയാണ്. അത് ശരിക്കും സഫീറിനെ പോലീസുകാർ കൊണ്ടുപോകുന്ന ആ രംഗം അവൾ കണ്ടപ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ആഷി, എനിക്ക് കഴിഞ്ഞില്ലല്ലോ സഫീറിനെ രക്ഷിക്കാൻ. എൻ്റെ ദുഷ്ടനായ ഭർത്താവ്, അയാൾ ആ നിമിഷം തന്നെ അവൾ പറയുന്നു, ഈ നിമിഷം എനിക്ക് ഡൈവേഴ്സ് ചെയ്യണം, ഞാൻ അതിനുവേണ്ടി കോടതിയെ സമീപിക്കുകയാണ്. എന്നാൽ ആഷി ഉസ്താദിന് അതെല്ലാം കൂടി കണ്ട് ആകപ്പാട് നിയന്ത്രണം വിട്ട രീതിയിലായിരുന്നു. സത്യമായിട്ടും അതെ, എന്ത് ചെയ്യും, ഇനി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അങ്ങനെ അതാ അവർ ആഷി കാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. എന്നാൽ പൊട്ടിക്കരയുകയായിരുന്നു അവന്. ഹാദി, നമുക്ക് റിസ്വാന വക്കീലിനെ കണ്ടുപിടിക്കണോ ആദ്യം, അല്ലെങ്കിൽ അവളെയും അവൻ എന്തെങ്കിലും ചെയ്യും, അതെനിക്ക് ഉറപ്പുണ്ട്. അതെ, ഒരു മനുഷ്യനെ ഇത്രയധികം വിഷമിപ്പിക്കുന്ന ആ നിമിഷം തന്നെ കാറ് നേരെ വിടുന്നത് റിസ്വാന വക്കീലിൻ്റെ വീട്ടിലേക്കായിരുന്നു. ഇനിയൊരു പക്ഷേ അവൾ വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടാവുമോ, അതറിയില്ല. തൽക്കാലം നേരെ വീട്ടിലേക്ക് പോകാം. എന്നാൽ ഈ നിമിഷം അതാ ജസീർ വിജയാഹ്ലാദനായിക്കൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു, ഒരു കേക്കും വാങ്ങിക്കൊണ്ട്. ഉമ്മ, ആ മോനെ, ഉമ്മാക്ക് സ്പെഷ്യൽ കേക്ക്, കൺഗ്രാറ്റുലേഷൻസ് ഉമ്മ. ഇതെന്തിൻ്റെ വകയിലാണ് മോനെ? ഇന്നല്ലേ നമ്മുടെ കേസ് വിജയിച്ച ദിവസം. ഓഹോ, കേസ് വിജയിച്ചോ? ഓഹോ, കൺഗ്രാറ്റുലേഷൻസ്. അല്ല, എന്തായി? 2 പേരും ജ്യേഷ്ഠനും അനിയനും വാദിക്കുകയായിരുന്നല്ലോ, എന്തായി? ഏത് ഭാഗം വിജയിച്ചു? ഉമ്മ, സത്യം അത് ഈ കാലത്ത് ജയിക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് നമ്മുടെ വക്കീലിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാഷും അതിനനുസരിച്ച് വക്കീൽ അങ്ങോട്ട് എഴുതി ഉണ്ടാക്കി അവിടെ പോയിട്ട് വായിച്ചു. അവർ ഉത്തരം മുട്ടിപ്പോയി. അത് വേണം അവനക്ക്, അത് നന്നായിട്ടുണ്ട്. അവനൊന്ന് പഠിക്കട്ടെ. മറ്റുള്ളവരുടെ ഭാഗമല്ലേ അവൻ നിൽക്കുള്ളൂ, സ്വന്തം ഉമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും ഭാഗത്ത് നിൽക്കൂലല്ലോ. ആ പൊട്ടിപ്പെണ്ണിൻ്റെ ഭാഗത്തല്ലേ അവൻ നിൽക്കുള്ളൂ, അവൻ അനുഭവിക്കട്ടെ. ആ ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടുകൊണ്ട് ആ വല്യമ്മ അതാ വീൽ ചെയർ തള്ളിക്കൊണ്ട് വരുന്നു. എന്താ മക്കളെ, എന്താ ഇത്? വല്യമ്മ, ഇതാ കേക്ക് കഴിച്ചോളൂ. ഇതെന്ത് വകയിലാണ്? നിങ്ങൾ പുന്നാര പേരക്കുട്ടിയുണ്ടല്ലോ, അവൻ കേസിൽ തോറ്റുപോയി. എന്താ നിങ്ങളീ പറയണത്? അതേയോ വല്യമ്മ, അവൻ തെറ്റ് ചെയ്തിട്ട് എൻ്റെ പേരിലിടായിരുന്നു. അതാണ്, അവനങ്ങ് തോറ്റുപോയപ്പോഴും നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ. എന്നാൽ വല്യമ്മയുടെ ആ ഒരു കണ്ണുകൾ നിറഞ്ഞു. വല്യമ്മ പറഞ്ഞു, വല്യമ്മയ്ക്ക് നേരെ നീട്ടിയ ആ ഒരു കേക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. ഓ, വല്യമ്മ അവൻ്റെ ഭാഗത്താണല്ലേ. മക്കളെ, നിങ്ങളൊക്കെ എന്തൊക്കെ തന്നെ കാട്ടിയാലും എൻ്റെ മോനെ
ആയിരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നത്. എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നതും എന്നോട് കുറച്ച് സമയം എൻ്റെ കൂടെ ചെലവഴിക്കുന്നതും ഓനായിരുന്നു. ഓനൊരിക്കലും ഒരു തെറ്റും ചെയ്യില്ല, എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഒരു കുട്ടിയെ എടങ്ങാറാക്കി. എന്നിട്ടെന്താ ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ കിടക്കട്ടെ, ഓനൊന്ന് പഠിക്കട്ടെ, കുറച്ച് ഗോതമ്പുണ്ട് നിന്ന് കഴിയട്ടെ അവന്, അതാ നല്ലത്. എന്നാൽ ആ വല്യമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോനെ, അനുഭവിക്കൂട്ടോ, അനുഭവിക്കും ഇതൊക്കെ. എന്തിനാ നിരപരാധിയായി ആ പൊന്നു മോനെ നിങ്ങളെല്ലാവരും കൂടി ശിക്ഷിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്താ ഉമ്മ നിങ്ങൾക്ക്? ഓഹോ, അപ്പം നിങ്ങൾക്ക് അവൻ്റെ ഭാഗം, അവനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് നല്ല രീതിയിൽ മാനമര്യാദയിൽ നിന്നോന്ന്. പക്ഷെ അവൻ വളഞ്ഞ വഴി നോക്കി. അവളെ രക്ഷിക്കാനും അവളെ കാര്യത്തിനും അവൻ പോയി. ഇവൻ കണ്ടില്ലേ എൻ്റെ ഇഷ്ടത്തിൽ നിന്നത്? ഇങ്ങനെ നിൽക്കണം മക്കളായാൽ, മനസ്സിലായല്ലോ? അല്ലാതെ നിങ്ങളിനി ഒരുപാട് മുതലക്കണ്ണീർ ഒഴുക്കിയിട്ടൊന്നും കാര്യമില്ല, അവരൊന്ന് അനുഭവിക്കട്ടെ. എന്നാൽ ആ ഉമ്മ പറഞ്ഞു, എടീ നീ ഒരു തള്ളയാണോ? ഒരു തള്ളയാണോ നീയെ? ഒരു തള്ളക്ക് ഇങ്ങനെ കഴിയോ? സ്വന്തം മക്കളെക്കുറിച്ച് പറയാൻ വേണ്ടി വരും. നെറുകേട് കാണിച്ചാൽ ഇതല്ല ഇതിനപ്പുറം ചെയ്യും ഞാൻ. എന്താ ശരിക്കും ആ വല്യമ്മ വരെ ഞെട്ടിപ്പോയി തൻ്റെ മരുമകളുടെ, ആ ഭീകരവാദിയുടെ ആ ഒരു വാക്ക് കേട്ട്. സ്വന്തം മക്കളെ അത്രയധികം ബലിയാടാക്കുന്ന ആ ഒരു ഉമ്മയെ കുറിച്ച് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ ഭയം തോന്നി. എന്താ നിങ്ങൾക്ക് കൂടി പോണോ അങ്ങോട്ട്? പേരക്കുട്ടിയുടെ അടുത്തേക്ക് അങ്ങോട്ട് കയറി പോകാം, അങ്ങോട്ട് ആക്കി തരണോ? എന്നാൽ ഇവിടെ നീ പഴഞ്ചൻ സാധനം ഒന്നങ്ങോട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇത് തള്ളിക്കൊണ്ട് നടക്കൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇതുവരെ ആയുസ് കൂടെ നല്ലത് കുറഞ്ഞിട്ടില്ല. അവരുടെ ആ ഒരു വാക്കുകൂടി കേട്ടപ്പോൾ ജസീർ ചിരിച്ചു. എന്നാൽ ആ പാവം മാതാവ് കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു. അതെ, തൻ്റെ പൊന്നുമോൻ, തൻ്റെ സഫീർ മോനെ റബ്ബേ, കണ്ണീരോടെ അവർ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ഈ സമയം ഹാദിയ വളരെയധികം വിഷമത്തിലായി കഴിഞ്ഞു. ഹാദിയ, നിനക്ക് നന്നായിട്ട് ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു, വാ നമുക്കൊരു ജ്യൂസ് കുടിക്കാം, വാ. ഉസ്താദേ, അത് എനിക്ക് സഫീറിനെ ആലോചിച്ചിട്ട് പാവം തോന്നാണ്. എന്നെ രക്ഷിച്ചതാണ്. സാരല്ല, അള്ളാഹു ഉണ്ടല്ലോ വലിയവൻ, ഇന്നില്ലെങ്കിൽ നാളെ. പക്ഷേ അതിനു മുമ്പായിട്ട് ആ റിസ്വാൻ വക്കീൽ, അവളെ കൂടെ രക്ഷപ്പെടുത്തണം. അവൾ എവിടെയാണോ എന്തോ അറിയില്ല. നമുക്ക് കേസ് കൊടുക്കേണ്ടി വരും മിക്കവാറും. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ആ യാത്രക്കിടയിൽ അവൻ പറയുന്നു, സഫീറിൻ്റെ ആ ഒരു തടവ് അത് എല്ലാവർക്കും വലിയൊരു ഷോക്കായി. അത് ഉമ്മയും ജസീറും അവർ സന്തോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്, കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു. റിസ്വാൻ വക്കീൽ എവിടെ? അവൾ രക്ഷപ്പെട്ടാൽ അല്ലെങ്കിൽ അവളെ കിട്ടിയാൽ എന്തെങ്കിലും ഒരു വഴിയൊക്കെ ഉണ്ടാകും. കാത്തിരിക്കാം റിസ്വാൻ വക്കീലിൻ്റെ ആ ഒരു വരവിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി ആഷി തിരയുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.